വളരെ ഗൗരവത്തോടെ ഒരു കാര്യം പറയട്ടെ. വെള്ളിയാഴ്ച ജുമഅ ഇബാദത്തിന് വേണ്ടി നൽകപ്പെട്ട ദിവസമാണ്. അന്നത്തെ പ്രധാനപ്പെട്ട ഇബാദ സ്വലാത്തുൽ ജുമഅ. അതിനോടൊപ്പം ഇമാമിന്റെ ഖുതുബ. ഖുതുബക്ക് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തണം. കാരണം ഈ പള്ളിന്റെ വാതിൽക്കൽ, എല്ലാ പള്ളികളുടെയും വാതിൽക്കൽ, മസ്ജിദുകളുടെ വാതിൽക്കൽ 2 മലക്കുണ്ടാവും വെള്ളിയാഴ്ച. അവരെപ്പോ വന്ന് നിൽക്കാന്നറിയോ? ഫജറിന് ശേഷം. ഫജർ കഴിയുമ്പം അവർ വരും. ജുമഅക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരെഴുതാൻ. അങ്ങനെ എഴുതിക്കൊണ്ടിങ്ങനെ ഇരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം വരുന്ന ആൾക്കാർക്ക് ഒട്ടകത്തിന്റെ കൂലി, പിന്നെ വരുന്ന ആൾക്ക് പശുവിന്റെ കൂലി, പിന്നെ വരുന്ന ആൾക്ക് ആടിന്റെ കൂലി, പിന്നെ വരുന്ന ആൾക്കൊരു കോഴിയുടെ കൂലി, പിന്നെ വരുന്ന ആൾക്കൊരു കോഴി മുട്ടയുടെ കൂലി. ഹദീസ് സഹിഹാണ്, തമാശ അല്ല. പിന്നെ അവര് നോക്കും, ഇമാം മിമ്പറിന്റെ മുകളിൽ കയറി സലാം പറഞ്ഞിരുന്നു, അവർ കിതാബ് മടക്കും, എവിടെയോ വന്നിരിക്കുന്നുണ്ട്. ആ 2 കാവൽക്കാരും പള്ളിയുടെ ഉള്ളിലുണ്ട്, നമ്മളെ ഖുതുബ കേൾക്കാനിരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളുടെ കൂടെ. പക്ഷെ കിതാബ് പൂട്ടി. അതിന് ശേഷം വരുന്ന ആളുകളുടെ പേര് ഈ കിതാബിൽ ഉണ്ടാവില്ല. ജുമാ നിസ്കരിച്ചിട്ടുണ്ടാവും. നാളെ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് ചോദിക്കും, ജുമാന്റെ കൂലി. അള്ളാഹു പറയും, ലിസ്റ്റ് നോക്ക്, പേരില്ല, കൂലിയില്ല. ഗൗരവത്തിലെടുത്തോളി. ആഴ്ചക്കാകെ ഒരൊറ്റ ദിവസേ ഉള്ളൂ ജുമാ. അന്നും നേരത്തെ വരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സംതിങ് റോങ്. ഈമാൻ ഒന്ന് ശരിയാക്കണം, ഒന്ന് കത്തിച്ച് തിളപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്തെങ്കിലും തിരക്കായിരിക്കും. തിരക്കില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? തിരക്ക് മാറ്റി വെക്കണം.